എന്തേ ഒരു വ്യവസായി മരണപ്പെടാനുള്ള കാരണം 150 പവനിലധികം തന്റെ മുൻപിൽ വെച്ച് കണ്ണടച്ചിരുന്നാൽ നിങ്ങളെ ശരീരത്തിലെ ജിന്നിനെ ഞാൻ അങ്ങ് അടിച്ചിറക്കി തരാമെന്ന് ഒരു പെണ്ണ് പറയുമ്പോഴേക്കും ഈ മനുഷ്യൻ ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത്രമാത്രം ആ ജിന്നുകളെ കുറിച്ചുള്ള ചിന്തയിലേക്ക് മനുഷ്യന്റെ ഹൃദയം കൊണ്ടെത്തിക്കാൻ പിശാചിന് സാധിച്ചിട്ടുണ്ട്. കാരണം ജിന്നുവർഗം പിശാചിൽ നിന്നുള്ളതാ. ആ പിശാചുക്കൾക്ക് അതിനുള്ള തന്ത്രവും ഇന്ന് ലോകത്ത് നടപ്പിലാക്കാൻ പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കൂട്ടർ പറഞ്ഞു, ജിന്നുകൾ സഹായിക്കും, എവിടെയൊക്കെയോ ജിന്നുകൾ ഉണ്ടാകും, അതുകൊണ്ട് ജിന്നുകളിൽ നിന്ന് സഹായം കിട്ടും, നമുക്ക് അവരോട് ചോദിക്കാം. അവരിൽ നിന്ന് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് ചോദിച്ചാൽ പോലും അത് വസീലത്ത് ശിർക്കേ ആവൂ. എന്തിനാ ഇങ്ങനെയൊരു വ്യാഖ്യാനം? അല്ലാഹു തആല ഏത് പാറക്കെട്ടുകൾക്കിടയിലുണ്ടെങ്കിലും ഏത് വിജനമായ മരുഭൂമിയിലുണ്ടെങ്കിലും അള്ളാഹു ഉണ്ടെന്ന വിശ്വാസത്തിൽ എന്റെ റബ്ബേ എന്ന് വിളിക്കാനാണ് അള്ളാഹുവിന്റെ ഹബീബായ തിരുദൂതൻ പഠിപ്പിച്ചത്. അതിനു പകരം ഇങ്ങനെ കേട്ടാൽ, ഇങ്ങനെയൊരു സൗണ്ട് കേട്ടാൽ അതായിരിക്കാം എന്ന് വ്യാഖ്യാനിച്ച് ചില ഉലമാക്കള് അതിനെ ന്യായീകരിച്ച് രേഖപ്പെടുത്തി. ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ആളുകൾ അതിനെ വ്യാഖ്യാനിച്ച് രേഖപ്പെടുത്തി. വിജനമായ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയേക്കാം. സൂചിപ്പിക്കപ്പെടട്ടെ, ഇത് വ്യക്തിവിരോധമോ വ്യക്തിവിദ്വേഷമോ വ്യക്തിപൂജ കൊണ്ടോ അല്ല, മറിച്ച് നമ്മളെ ഈമാനിൽ വിശ്വാസത്തിൽ ഒരു കളങ്കം പറ്റാതിരിക്കാനാ. അള്ളാഹുവിന്റെ അരികിൽ ചെല്ലുമ്പോ അള്ളാഹു സമദ് എന്ന് മനസ്സു തുറന്ന് പ്രാർത്ഥിച്ചവനാണ് റബ്ബേ ഞാൻ എന്ന് അഭിമാനത്തോടെ പറയാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ചില ആളുകൾ വ്യാഖ്യാനിച്ചു, ഒരു പക്ഷേ അത് ജിന്നാവാം, അല്ലെങ്കിൽ മലക്കാവാം. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് അള്ളാഹു കൊടുത്ത കൈവിൽ നിന്ന് അള്ളാഹു സഹായിക്കണമേ ജിന്നെ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശിർക്കാണ്. എല്ലാ ചോദ്യവും ശിർക്കാവൂല, ചിലത് വസീലത്ത് ശിർക്കേ ആവൂ എന്നൊക്കെ പറയുന്നവരോട് അന്നും ഇന്നും ഇസ്ലാമിന്റെ ഉലമാക്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. സത്യത്തിൽ അത് ജിന്നാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? നിങ്ങൾ ഇന്ന് വരെ ജിന്നിനെ കണ്ടിട്ടില്ല, ഇന്ന് വരെ ജിന്നിനെ അള്ളാഹു കാണിച്ചു തന്നിട്ടില്ല. അങ്ങനെ കണ്ടെന്നൊരുത്തം പറഞ്ഞാൽ അവനെ സാക്ഷി പറയാൻ പോലും വിളിക്കാൻ പാടില്ല, പെരും കള്ളനാണവൻ എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഒരാളുടെ ശരീരത്തിന്റെ വെപ്രാളമോ ശരീരത്തിന്റെ പ്രകടനമോ കണ്ട് ഇത് ജിന്ന് കയറിയതായിരിക്കും എന്ന് പറയണമെങ്കിൽ ഞാൻ ആദ്യം ജിന്നിനെ കണ്ടവനാകണം, ജിന്നിന്റെ ചെയ്ത്ത് കണ്ടവനാവണം, ജിന്നിന്റെ കോലം കണ്ടവനാകണം. കാരണം ആ ശരീരത്തിൽ അതുണ്ടെന്ന് പറയണമെങ്കിൽ വൈബയായ അറിവും എനിക്കുണ്ടാവണം. വൈബ് എനിക്കില്ല, ജിന്നിനെ ഞാൻ കണ്ടിട്ടില്ല. രണ്ടാമത്തത് വിജനമായ ഒരു സ്ഥലത്താണെങ്കിൽ ആ ശബ്ദം ജിന്നാണെന്ന് പറയണമെങ്കിൽ ആ ജിന്നിനെ ഞാൻ കാണണം. അല്ലെങ്കിൽ ആ ശബ്ദം കേൾക്കുന്നത് മറ്റേതെങ്കിലും രീതിയിലാണെങ്കിൽ അത് അല്ലാഹു തആല എനിക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ തരുന്ന ഓർമ്മപ്പെടുത്തലാണ് എന്ന് വിശ്വസിക്കണം. കാരണം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പറഞ്ഞു, ഒരിക്കലും ഒരു മനുഷ്യന് ജിന്നുകളെ കാണാൻ സാധിക്കുകയില്ല. ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു, തീർച്ചയായും ജിന്നുകൾ നിങ്ങളെ കാണും. ഹുവ വഖബീലുഹു, അവന്റെ കൂട്ടാളികളും നിങ്ങളെ കാണും. മിൻ ഹൈസു ലാ തറൗനഹും, മിൻ ഹൈസു തീർച്ചയായും ലാ തറൗനഹും, നിങ്ങൾക്കൊരിക്കലും അവരെ കാണാൻ സാധിക്കുകയില്ല. കാണാൻ സാധിക്കാത്ത നിലക്ക് അവര് നിങ്ങളെ കണ്ടോണ്ടിരിക്കും. ഇന്നാ ജഅൽന ശയാതീന ഔലിയാ ലില്ലദീന ലാ യുഅ്മിനൂൻ, തീർച്ചയായും മനസ്സിൽ വിശ്വാസത്തിന്റെ കാഠിന്യം പ്രകടിപ്പിക്കാത്ത അവിശ്വാസികൾക്ക് ആ പിശാചു വർഗത്തെ, ജിന്നുകളിൽപ്പെട്ട പിശാചു വർഗത്തെ ഞാൻ അവർക്ക് ബന്ധുക്കളാക്കി കൊടുത്തിരിക്കുന്നു. അവരാ പിന്നാലെ അങ്ങ് നീങ്ങിക്കൊണ്ടിരിക്കും. ആരാണ് ശിർക്കെന്നും ഇവര് മുശ്രിക്കാണെന്നും അവരൊക്കെ മുശ്രിക്കീങ്ങളാണെന്നും ഒരാളെ പറ്റിയും നമ്മൾ പറയുന്നില്ല. നാളെ ഈ കുട്ടനെ മുശ്രിക്കാക്കി, അവരെ കാഫിറാക്കി, ഇവരെ മുശ്രിക്കാക്കി എന്ന് പറയാനോ വ്യാഖ്യാനിക്കാനോ അല്ല. വിശ്വാസത്തിൽ അബദ്ധം പറ്റിപ്പോകുമ്പോ നമ്മൾ അത് തിരുത്തണം, തൗബ ചെയ്യണം, റബ്ബിനോട് ഏറ്റുപറയണം, എനിക്ക് ആ അബദ്ധം പറ്റി റബ്ബേ എന്ന്. അതുകൊണ്ട് തന്നെയാ അള്ളാഹു പിന്നീട് ഓർമ്മപ്പെടുത്തിയതും അത് അള്ളാഹുവിന്റെ പരിധിയിലുള്ളതാ, അത് റബ്ബിന് വിട്ടേക്കുക. ആത്മാക്കളാണെങ്കിലും ജിന്നുവർഗമാണെങ്കിലും മലക്കുകളാണെങ്കിലും അത് റബ്ബിന്റെ പരിധിയിലുള്ളതാ. അത് വൈബിയായ ഒരു അറിവാ, നമുക്കതിനെപ്പറ്റി അറിവ് തന്നിട്ടില്ല. എന്തേ സുലൈമാൻ നബിക്ക് കിട്ടിയത്? അള്ളാഹു കൊടുത്ത മൗജിസത്ത്. ഇങ്ങനെ റബ്ബ് കൊടുത്ത മൗജിസത്ത് പ്രകാരം അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ചിലർക്ക് അള്ള ജിന്നുകളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് അത് കിട്ടിയെന്നതിന് തെളിവില്ല. മറിച്ച് നമ്മൾ മരണം വരെ ആ മനസ്സോടെ പ്രാർത്ഥിക്കേണ്ടത് അതിന്റെ അർത്ഥം ജിന്നില്ല മലക്കില്ല എന്ന വ്യാഖ്യാനമല്ല. അവരുണ്ട്, അവർ ഈ ഭൂലോകത്തുണ്ട്, അവരൊക്കെ അള്ളാഹുവിന്റെ കൈകാര്യകർത്തത്തില. അള്ളാഹു പറഞ്ഞിട്ടില്ലേ വിശുദ്ധ ഖുർആനിലൂടെ, നരകത്തെ കാക്കുന്ന സമയത്ത് തീർച്ചയായും അള്ളാഹുവിന്റെ കൽപ്പന മാത്രം അനുസരിക്കുന്നവർ. ആ രീതിയിൽ മലക്കുകളെ വ്യാഖ്യാനിച്ചു റബ്ബ്. ആ ലോകത്ത് അള്ളാഹു അവരെയും ജീവിപ്പിക്കട്ടെ, അവർക്ക് കൊടുക്കുന്ന കഴിവ് കൊടുക്കട്ടെ, അവർക്ക് അല്ലാഹു തആല സംരക്ഷണം കൊടുക്കട്ടെ. നമുക്ക് റബ്ബ് ഓർമ്മപ്പെടുത്തി തന്നത് വഇൻദഹു, തീർച്ചയായും റബ്ബിന്റെ അരികിലാണ് മഫാത്തിഹുൽ ഗൈബി, അദൃശ്യ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ്. ലാ യഅലമുഹ ഇല്ലാ ഹുവ, റബ്ബിനല്ലാത്ത ഒരാൾക്കും ആ അദൃശ്യ ജ്ഞാനം അള്ളാഹു കൊടുത്തിട്ടില്ല. അതൊരു ജിന്നുമക്കും അള്ളാഹു കൊടുത്തിട്ടില്ല. ഒരു തങ്ങന്മാർക്കോ മന്ത്രിച്ചൂതി പണിയെടുക്കുന്നവർക്കോ ജ്യോത്സ്യന്മാർക്കോ അള്ളാഹു ആ ഗൈബിയായ അറിവ് കൊടുത്തിട്ടില്ല. മറിച്ച് വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും
എന്ത് സംഭവിക്കണം എന്നറിയുന്നവൻ റബ്ബ് മാത്രമാ. വമാ തസ്കുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ആ റബ്ബ് അറിയാതെ ഒരു ഇല പോലും പൊഴിഞ്ഞു വീഴുന്നില്ല. വലാ ഹബ്ബത്തിൻ, ഒരു ധാന്യമണി ഫീ ളുലുമാത്തിൽ അർളി, ഭൂമിയിലെ അന്ധകാരത്തിൽ, മണ്ണിനടിയിലെ അന്ധകാരത്തിൽ ഒരു ധാന്യമണി മറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ, വലാ റത്ബിൻ, അത് പച്ചയാവട്ടെ, വലാ യാബിസിൻ, അത് ഉണങ്ങിയതാവട്ടെ, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, വ്യക്തമായ റബ്ബിന്റെ അറിവോടെയല്ലാതെ, രേഖപ്പെടുത്തിയിട്ടല്ലാതെ അത് മണ്ണിനടിയിൽ കിടക്കുന്നില്ല. വേനൽക്കാലത്ത് വറ്റിവരേണ്ട സ്ഥലങ്ങളിൽ മഴത്തുള്ളികൾ വീഴുമ്പോഴേക്കും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലക്ക് വെട്ടി ഒഴിവാക്കിയ പല തണ്ടുകളും വീണ്ടും മണ്ണിനടിയിൽ നിന്നും മുളച്ചു പൊന്തി വരുന്നുണ്ടെങ്കിൽ, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, വറ്റിവരണ്ട പ്രദേശത്ത് അടിയിലുള്ള നെന്മണികൾ അറിയുന്ന, വിജനമായ ലോകത്ത് കരയിലും കടലിലും കാര്യങ്ങൾ അറിയുന്ന എന്റെ റബ്ബ് അവൻ എനിക്ക് തന്ന പരീക്ഷണമാണെന്ന വിശ്വാസത്തിൽ വേദനകളെ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു തന്നതുപോലെ വേദനയുള്ള ഭാഗത്ത് കൈവെക്കുക, ആയത്തിൽ കുർസി ഓതുക. ഒരാളെ കൂട്ടിക്കൊണ്ടോന്ന് ചെയ്യിപ്പിക്കണം എന്നല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അള്ളാഹു പഠിപ്പിച്ച ചില പ്രാർത്ഥനകൾ രാത്രി കടക്കാൻ നേരത്ത് കയ്യിലൂതുക, ശരീരത്തിൽ തടവുക. ഇതൊന്നും ചൂഷണത്തിന് വിട്ടുകൊടുക്കാനല്ല. അതുകൊണ്ട് തന്നെയാ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും. ഇന്ന് റബ്ബ് നമ്മളെ കൂടെയുണ്ട് എങ്കിൽ പിന്നെ മറ്റൊരാളെ തേടിപ്പോകേണ്ടതില്ല, മറ്റൊരു രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ജിന്നാവട്ടെ മലക്കാവട്ടെ, മനുഷ്യന്റെ ശരീരത്തിൽ കയറുന്നതോ കയറാത്തതോ ആ ലോകത്തെ പറ്റി ചിന്തിക്കാതെ എനിക്ക് എന്റെ റബ്ബ് എന്നോട് കൂടെയുണ്ട്. ആര് പ്രാർത്ഥിച്ചാലും എവിടുന്ന് തേടിയാലും എന്റെ റബ്ബ് എന്നെ കാണുന്നു, അറിയുന്നു എന്ന ചിന്തയോടുകൂടി അള്ളാഹുവിനെ മാത്രം ഹൃദയത്തിൽ ചേർത്ത് നിർത്തുക. അങ്ങനെയാണെങ്കിൽ മരിക്കുന്നതെങ്കിലും ശിർക്ക് കലരാത്ത വിശ്വാസത്തോടെയായിരിക്കും. അല്ല, മറ്റു പലതിനെയും പേടി തോന്നുന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള കഥകൾ വ്യാഖ്യാനിക്കുന്ന ജിന്നുമ്മമാരുടെയും ഇത്തരത്തിലുള്ള വ്യാഖ്യാതാക്കളുടെയും പേടി തോന്നുന്നുണ്ടെങ്കിൽ, രാത്രി ഒറ്റക്കിറങ്ങുമ്പം വായന്റെ അനങ്ങിയാൽ അവൻ പേടിച്ചോയേക്കാം, അവൻ പല രീതിയിലും പോയേക്കാം. പണ്ടുകാലത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കിടന്ന പായയിൽ നിന്നും പെണ്ണൽപ്പം ഉരുണ്ടുമാറിയപ്പോ അത് ജിന്നുരുട്ടിയതാണെന്നും ജിന്നു കൊണ്ടുപോയതാണെന്നും പറഞ്ഞ് മന്ത്രി ചൂതാനും അടിച്ചിറക്കാനും ആളുകൾ കൂട്ടിക്കൊണ്ടുപോയി ഈ മതത്തെ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതൊക്കെ ഈ സമൂഹത്തിലില്ല, പ്രവാചകനിലില്ല എന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷവും ഇനിയും ജിന്നുമ്മമാരും തിത്തുമ്മമാരും ഒക്കെ കേരളക്കരയിൽ വരുന്നുണ്ടെങ്കിൽ, ഇനിയും നമ്മൾ സ്വയം പൊട്ടന്മാരാകുന്നുണ്ടെങ്കിൽ, അത് നമ്മളെ കഴിവുകേടും നമുക്ക് നാളെ പരലോകത്ത് വലിയ കുറ്റത്തിന് കാരണവുമായിരിക്കും എന്ന് തിരിച്ചറിയണം. ആ ചിന്തയോടെ സ്വന്തം വിശ്വാസത്തിൽ ശിർക്ക് കലരാതെ എനിക്ക് എന്റെ റബ്ബ് മതി എന്ന വിശ്വാസത്തോടുകൂടി ചേർന്ന് നിൽക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.